ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ 12-ാം ദിനം. അർത്ഥവത്തായ പ്രാർത്ഥന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗത്തെ കർത്തൃപ്രാർത്ഥനയും കർത്താവിൻ്റെ ആഹ്വാനത്തെയും ഞാൻ ധ്യാനിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈ പ്രാർത്ഥന ലോകത്തെല്ലായിടത്തു നിന്നും എല്ലായ്പ്പോഴും ഉയരുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉരുവിടുകയും ലോക സമൂഹങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ സംസ്ഥാപിക്കപ്പെടാൻ ഇടയായിത്തീരും. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പദവിയാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ നൽകുന്നത്. ഈ വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് 3 ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തേത്, പ്രാർത്ഥന അറ്റുപോകാത്ത ബന്ധത്തിൻ്റെ ദൃഢപ്പെടുത്തൽ. പ്രാർത്ഥന ദൈവാവബോധത്തിലേക്കുള്ള പ്രവേശനവും അതിലൂടെ ലഭിക്കുന്ന സ്വർഗീയ അനുഭവവുമാണ്. ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള അവകാശമാണ് ദൈവപുത്രനായ യേശു ലോകത്തിന് സമ്മാനിച്ചത്. ദൈവസ്നേഹം തിങ്ങി നിറഞ്ഞൊരു ഹൃദയത്തിലാണ് പ്രാർത്ഥനാ പുഷ്പങ്ങൾ വിരിയുന്നത്. സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെ അനുഭവമാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന വിശേഷണം തരുന്നത്. ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയുന്ന, മനുഷ്യരെ സ്വർഗീയരാക്കാൻ കഴിയുന്ന പിതാവായ ദൈവത്തോടുള്ള ആഴമായ ബന്ധമാണ് നാം പ്രഖ്യാപിക്കുന്നത്. സ്വർഗമെന്നത് ലജ്ജയും ഭയവും കപടതയും കൂടാതെ പ്രവേശിക്കാവുന്ന ബന്ധമാണ്. നാണിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതും കപടതയുള്ളതുമായി എല്ലാം അവസാനിക്കുകയും തുറന്ന മനസ്സോടുകൂടെ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ് സ്വർഗം. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിലൂടെ എല്ലാ മനുഷ്യർക്കും ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള വഴി തുറന്നു. അതിലൂടെ നമ്മുടെ എല്ലാ ഹൃദയവിചാരങ്ങളും രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ നമുക്കൊരു സന്നിധാനം, പിതാവിൻ്റെ സന്നിധാനം നമുക്കുണ്ട്. അങ്ങനെ അറ്റുപോകാത്തൊരു ബന്ധത്തിൻ്റെ ദൃഢപ്പെടുത്തലായി കർത്തൃപ്രാർത്ഥന മാറുന്നു. രണ്ടാമതായി, ദൈവത്തോടുള്ള ഐക്യദാർഢ്യം. ദൈവഹിതത്തോടും ദൈവനാമത്തോടും ദൈവ ഇഷ്ടത്തോടുമുള്ള ഐക്യദാർഢ്യവും പങ്കുചേരലുമാണ് ഈ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘടകം. 3-4 വാക്യങ്ങളിൽ അത് നാം കാണുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധി എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരാനുള്ള ക്ഷണമാണ്. ദൈവപദ്ധതിക്ക് വിരുദ്ധമായത് ഉപേക്ഷിക്കുന്നതിനും അനുകൂലമായത് സ്വീകരിക്കുന്നതിനുമുള്ള ഒരു സമർപ്പണമാണത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുള്ള ദൈവരാജ്യ അനുഭവമാണ് വിശുദ്ധിയുടെ ആത്യന്തിക ലക്ഷ്യം. ലോകത്തെ രൂപാന്തരപ്പെടുത്താനുള്ള മനസ്സാണ് പ്രാർത്ഥനയുടെ കാതൽ. അത് എന്നിൽ ആരംഭിക്കുകയും എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുന്നതുമായി തീരണം. അതിനാൽ പ്രാർത്ഥന രൂപാന്തരപ്പെടുത്തലാണ്. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിൻ്റെ മാതൃകയാണ് ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തോടുള്ള ഐക്യദാർഢ്യം നാം ഒരിക്കൽ കൂടെ പ്രാർത്ഥനയിലൂടെ പ്രഖ്യാപിക്കുന്നു. മൂന്നാമതായി, ലോകത്തിന് വേണ്ടി മധ്യസ്ഥതയാണ് കർത്തൃപ്രാർത്ഥന. 5-6 വാക്യങ്ങളിൽ ഈ മധ്യസ്ഥത നമുക്ക് കാണാം. മനുഷ്യജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ പ്രലോഭനങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയും മനുഷ്യൻ്റെ ദൈനംദിന അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലിന് വേണ്ടിയും മനുഷ്യർക്ക് ഒരു പുതിയ ലോകം പിറക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകുന്നതിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനയുടെ ആവശ്യങ്ങളാണ് ഇവിടെ സമർപ്പിക്കുന്നത്. വ്യക്തിഗതമായ സ്വാർത്ഥ ആവശ്യങ്ങളല്ല, സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ പൊതു ആവശ്യങ്ങളാണ് കർത്തൃപ്രാർത്ഥനയിലൂടെ നാം ഉരുവിടുന്നത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നത് ലോകത്തിൻ്റെ എല്ലാ വേദനകളെയും ഏറ്റുവാങ്ങാനും ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും ലോകത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, ആത്മീയ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിൽ പങ്കുചേരുന്നതിനുമായിട്ടാണ്. പട്ടിണി മാറ്റാൻ പങ്കിടാത്ത ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന ഗോതമ്പിൻ്റെയും അരിയുടെയും നല്ലൊരു പങ്ക് നശിച്ചു പോകുന്നു. എന്നാൽ പങ്കിട്ട് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്ന ഉപാധിയായി ആഹാരം മാറുന്നു. ഈ കോവിഡ് കാലത്തിൽ കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭക്ഷണപദാർത്ഥങ്ങൾ പങ്കിട്ടുകൊണ്ട് മനുഷ്യൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുവാനായി പല സർക്കാരുകളും സാമൂഹിക സംഘടനകളും പ്രയത്നിച്ചു. എന്നാൽ മനുഷ്യന് വേണ്ടുന്ന ആഹാരം ലഭ്യമാക്കാൻ കഴിയാതെ ഗവൺമെൻറ്റും സമൂഹവും പരാജയപ്പെട്ട ഇടങ്ങളിൽ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് കർത്തൃപ്രാർത്ഥന അർത്ഥവത്താണ് എന്ന് നാം ധ്യാനിക്കുക. ഫ്രിഡ്ജ് നിറയെ ആഹാരപദാർത്ഥങ്ങളും ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളും ഉണ്ടെങ്കിലും തക്ക സമയത്ത് അത് എത്തിച്ചേരുന്നില്ലെങ്കിൽ മനുഷ്യജീവൻ മരണത്തിലേക്ക് പതിച്ചു പോകാൻ ഇടയുണ്ട്. ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെ വേർതിരിച്ച് കാണാനാവാത്ത വിധം
ഭൗതികതയിൽ ആത്മീയതയും ആത്മീയതയിൽ ഭൗതികതയും ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതാണ് കർത്തൃപ്രാർത്ഥന. അതുകൊണ്ട് ഈ 3 ചിന്തകൾ ധ്യാനിക്കുമ്പോൾ നോമ്പ് അർത്ഥവത്തായിത്തീരും. അറ്റുപോകാത്ത ദൈവിക ബന്ധത്തെ പ്രഖ്യാപിക്കുന്ന കർത്തൃപ്രാർത്ഥന, ദൈവഹിതത്തോടും ദൈവ പദ്ധതികളോടും ഐക്യദാർഢ്യപ്പെടുന്ന കർത്തൃപ്രാർത്ഥന, ലോകത്തിൻ്റെ കാതലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്തൃപ്രാർത്ഥനയിലൂടെ നമുക്ക് അനുദിനം അനുഭവിക്കുന്നതിന്, ആരാധന അർത്ഥവത്താക്കുന്നതിന്, നോമ്പ് ജീവിതഗന്ധിയാക്കുന്നതിന്, സാമൂഹിക ജീവിതം ഏറ്റവും ഗുണകരമാക്കുന്നതിന്, സഭയെ ലോകത്തിൽ ദൈവത്തിൻ്റെ ഉപകരണമാക്കുന്നതിന് ഇന്നും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ലജ്ജ കൂടാതെയും കപടത കൂടാതെയും ഭയം കൂടാതെയും പ്രവേശിക്കാവുന്ന ഇടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച് ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു മശിഹ മൂലം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.